സർ, ആരോഗ്യമേഖലയെ കരിവാരിത്തേക്കാൻ ബഹുമാന്യായ പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചത് നമ്മളെല്ലാം കണ്ടല്ലോ. അതിന് ബഹുമാന്യായ മന്ത്രി മറുപടിയും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. UDF കാലത്തെ ആശുപത്രികൾ എങ്ങനെയായിരുന്നുവെന്ന് ഓർക്കുന്നുണ്ടാവുമല്ലോ. അന്ന് ആരോഗ്യരംഗം തന്നെ വെന്റിലേറ്ററിലായിരുന്നു. സർ, ഡോക്ടർമാർ, മരുന്നുകൾ, അവിടെ ആവശ്യമായ മറ്റ് സജ്ജീകരണങ്ങൾ ഒന്നും ഇല്ലാതിരുന്ന പൊതുജനാരോഗ്യ സംവിധാനം, അന്നത്തെ ശോചനീയാവസ്ഥ ആർക്കും പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. സർക്കാർ മേഖലയിൽ ആരോഗ്യരംഗം കുത്തഴിഞ്ഞ അവസ്ഥയായിരുന്നു. അതിൻ്റെ ഫലം സ്വകാര്യ മേഖലയിൽ കടുത്ത ചൂഷണവും. LDF 2016 അധികാരത്തിൽ വന്നപ്പോൾ ആർദ്രം മിഷനിലൂടെ ശ്രമിച്ചത് ആശുപത്രികളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഗണ്യമായ തോതിൽ വർദ്ധിപ്പിക്കാനാണ്. ആരോഗ്യമേഖലയിൽ ആവശ്യമായ തസ്തികകൾ സൃഷ്ടിച്ചു, മരുന്ന് ക്ഷാമം ഇല്ലാതാക്കി, സാമൂഹ്യാരോഗ്യ കേന്ദ്രങ്ങളെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി. ഇപ്പോൾ 688 കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾ യാഥാർത്ഥ്യമായി. ബാക്കിയുള്ളവ പെട്ടെന്ന് പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. UDFൻ്റെ കാലത്ത് 2016 ആരോഗ്യ മേഖലയ്ക്കുള്ള ബജറ്റ് വിഹിതം 665 കോടി രൂപയായിരുന്നു. ഇതൊരു ഓർമ്മക്കൊന്ന് കുറിച്ച് വെക്കുന്ന നല്ലതാണ്. LDFൻ്റെ കാലത്ത് കൊടുക്കുന്നത്. ഇപ്പോഴത് 665 സ്ഥാനത്ത് 2800 കോടിയോളം രൂപയിൽ എത്തി നിൽക്കുകയാണ്. ഇവിടെ പറഞ്ഞു, പ്രതിവർഷം 1600 കോടി രൂപയുടെ സൗജന്യ ചികിത്സ നൽകി നമ്മുടെ രാജ്യത്ത് തന്നെ കേരളം 1-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. സർ, കേരളത്തെ ഹെൽത്ത് ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള പദ്ധതി നടപ്പിലാക്കുകയാണ് LDF സർക്കാർ. സർക്കാർ ആശുപത്രികളിൽ ട്രോമാ കെയർ നെറ്റ്വർക്ക് സംവിധാനം സാക്ഷാത്കരിക്കും. സാന്ത്വന പരിചരണ മേഖലയിൽ സാന്ത്വന പരിചരണ ഗ്രിഡും ആരംഭിക്കും. സർ, പൊതുവിദ്യാഭ്യാസ രംഗമെടുത്താൽ UDFൻ്റെ 2011-16 കാലം അത് എല്ലാവർക്കും ഓർമ്മയുള്ള കാലമായിരിക്കുമല്ലോ. കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ, പാഠപുസ്തകങ്ങൾ കൃത്യമായി നൽകാത്ത അവസ്ഥ, ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കുട്ടികൾക്ക് പഠിക്കേണ്ടി വരുന്ന നില, അങ്ങനെയെല്ലാമുള്ള ഗതികേടായിരുന്നു അന്നുണ്ടായിരുന്നത്. മാത്രമല്ല, ലാഭകരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളുകൾ അടച്ചുപൂട്ടുന്ന സ്ഥിതി, കണ്ണായ സ്ഥലങ്ങളിലെ സ്കൂളുകൾ ഇത്തരത്തിൽ വിൽപ്പന നടത്താൻ മാനേജർമാർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന നില. പക്ഷേ പൊതുവിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്താനുള്ള നടപടിയായിട്ടാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന മിഷൻ പ്രവർത്തനം ആരംഭിച്ചത്. അതിൻ്റെ ഭാഗമായി സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിച്ചു. നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നത് അവസാനിച്ചു എന്ന് മാത്രമല്ല, 10 ലക്ഷം കുട്ടികൾ കൂടുതലായി വന്നു ചേരുന്ന അവസ്ഥയുണ്ടായി.